ഹലോ, ഇത് ക്ലിനിക്കിന്റെ അക്കൗണ്ട്സ് ആണ്. ഫാർമസിയുടെ അക്കൗണ്ട്സ് സെക്കൻഡ് ഫ്ലോർ 2B-യിലാണ്. ഓക്കെ ഓക്കെ. ഇന്നും ശങ്കയാണോ? അതെ, വയറ്റിനൊരു പളവളപ്പ്. പിന്നെ അർജന്റ് കോൾ എന്തെങ്കിലും വന്നാ ഒന്ന് മാനേജ് ചെയ്യണേ. ഓ ആഹാ. പ്രസാദേ, നീ അൻസാറിന് ചായയിൽ വല്ലതും കലക്കി കൊടുത്തോ? എന്തു പറ്റി? ഇന്നും പുള്ളിക്കാരന് പളവളപ്പ് തന്നെയാ പ്രശ്നം. പാവം. അത് പിന്നെ ചൊട്ടയിലെ ശീലല്ലേ, മാറ്റാൻ ഒക്കൂ. ഇത് കൊള്ളാലടാ. ഇതിപ്പോ എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാം. അൻസാർക്ക് ഇന്നലെ വിസിറ്റിംഗ് ചെയറിൽ വെച്ച് മറന്നതാ. എന്നാ തൽക്കാലം ഇത് എന്റെ കയ്യിലിരിക്കട്ടെ, പണിയുണ്ട്. പുള്ളി ഒരു തൊട്ടാവാടിയാ. ഇന്നെങ്കിലും വെറുതെ വിട്ടൂടെ? ഇന്നവനെ വെറുതെ വിട്ടാൽ ശരിയാകില്ല. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എനിക്ക് അറിഞ്ഞൂടെ? ലോക വിഡ്ഢി ദിനം. ഓ, ഞാൻ പറയുന്ന പോലെ നീ അങ്ങോട്ട് ചെയ്താ മതി. ആ കാര്യം ഞാൻ ഏറ്റു. ആ അൻസാറേ, അതെ, ഒരു നല്ല സൺഗ്ലാസിന് എന്ത് വില വരും? എന്തിനാ നാട്ടിൽ കൊണ്ടുപോകാനാ? ഇന്നലെ നമ്മുടെ വിസിറ്റിംഗ് ചെയറിൽ ഒരു നല്ല സൺഗ്ലാസ് കണ്ടിരുന്നു. അപ്പൊ തുടങ്ങിയതാ ഈ ആഗ്രഹം. അയ്യോ, ഞാൻ ഇന്നലെ അത് അവിടെ വെച്ച് മറന്നു. ആരെങ്കിലും അതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ടുണ്ടാവുമോ മറ്റോ? ഞാനൊന്ന് പോയി തപ്പട്ടെ. നീ എവിടെയും പോകണ്ട. നിന്റെ സൺഗ്ലാസ് ഭദ്രമായി ഇവിടെ ഇരിപ്പുണ്ട്. ഇതാ നിന്റെ സൺഗ്ലാസ്. താങ്ക് യു, താങ്ക് യു. കഷ്ടം. ബിനോയ്, ബിനോയ് എന്റെ മൊബൈൽ കണ്ടോ? എന്താടാ നിനക്ക് പറ്റിയത്? അത് അവിടെ തന്നെ ഉണ്ടാവും, നീ ചെന്ന് നോക്ക്. ഇല്ല, അതവിടെ ഇല്ല. എന്റെ എല്ലാ നമ്പരും അതിലുള്ളേ. നീ വെറുതെ ഒച്ച വെക്കാതെ മണ്ട. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം അതെവിടെയാ ഉള്ളതെന്ന്. പേപ്പറിന് അടിയിലായതുകൊണ്ട് ഞാൻ കണ്ടില്ല. അയ്യടാ, കണ്ടില്ല. താങ്ക് യു, താങ്ക് യു. പോയോ? ഹലോ അൻസാറേ, നീ നാട്ടിൽ കൊണ്ടുപോകാൻ വെച്ച മാല നമ്മളിതൊന്നും കാണിച്ചില്ലല്ലോ. അതെന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ഓ, ആ.
പ്രസാദേ, അൻസാർ വാങ്ങിച്ച മാല കാണാൻ നമ്മുടെ അക്കൗണ്ട്സിലുള്ള എല്ലാവരോടും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയും. ആ, ഓക്കെ. എന്തേ ഒരു അമാന്തം? നീ വന്നിരിക്കേ. അയ്യോ, എനിക്കിരിക്കാനൊന്നും സമയമില്ല, ഒരുപാട് പണിയുണ്ട്. 2 മിനിറ്റ് നീ ഒന്ന് ഇരിക്കേ. നിന്റെ മാല കാണാൻ അക്കൗണ്ട്സ് അവര് വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. അപ്പൊ ഇരിക്കല്ലേ? ഇത് എത്ര പവനുണ്ടോ? 7.5 പവൻ. അപ്പൊ നല്ലൊരു എമൗണ്ട് ആയി കാണുമല്ലോ. ആകെയുള്ളൊരു പെങ്ങളല്ലേ, അതുകൊണ്ട് കൂടി തന്നെ എടുത്തു. നന്നായിട്ടുണ്ട്. മറ്റുള്ളവരെവിടെ? ഇപ്പിങ്ങെത്തും. ആഹാ, ഇത് കൊള്ളാലോ, നല്ല ഡിസൈൻ. അതെ, നന്നായിട്ടുണ്ട്. എവിടെന്നാ എടുത്തത്? ദുബായിലുള്ള എന്റെ ഫ്രണ്ടിന്റെ കടയിന്നാ. പക്ഷെ കടയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആ, എല്ലാരും ആയില്ലേ? ഇപ്പോഴാ അതിന്റെ ഭംഗി പുറത്തു വന്നത്. ഓ, കട്ടായി. പണിയൊപ്പിക്കാൻ നേരമായി. നീ അതിന്റെ പുതുമ കളയാതിങ്ങതാ. ഇതാ പിടിച്ചോ. ഭദ്രമായി വെച്ചോളൂ. എന്നാ നമുക്ക് പോവാം. പോവാ. നിങ്ങളെവിടേക്ക് ഒരു കാര്യണ്ട്. ഒന്നും അറിഞ്ഞൂടാ, പാവം. പെങ്ങക്ക് കൊടുക്കാൻ താലിമാലയാ മേടിച്ചിരിക്കുന്നത്. അതെ, അൻസാർക്കോട് സാർ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. സാറ് വിളിച്ചെന്നോ? ലീവിന്റെ കാര്യത്തില് വല്ല തടസ്സവും പറയാനായിരിക്കോ? കുറെ സമയമായിട്ട് അൻസാർക്ക് സീറ്റിലുണ്ടായിരുന്നില്ല. സാർ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് നേരെ അത്രേ. ഞാനിപ്പൊ തന്നെ സാറിനെ കണ്ടിട്ട് വരാം. നമ്മുടെ ലാസ്റ്റ് വീക്കിലെ ബ്ലഡ് ക്യാമ്പിന്റെ റിപ്പോർട്ടാണിത്. വെൽ ഡൺ. നമ്മുടെ അടുത്ത ബ്ലഡ് ക്യാമ്പ് എന്നാണ് പ്ലാൻ ചെയ്യുന്നത്? 1 മാസമെങ്കിലും എടുക്കും. സ്റ്റാഫ് ഷോർട്ടേജ് ആണ്. മേ കം ഇൻ? യെസ്, കം ഇൻ. എന്താ കാര്യം? അപ്പൊ സാറിനെ വിളിപ്പിച്ചത്? ആര് വിളിപ്പിച്ചെന്നാ? വന്ന സ്ഥിതിക്ക് താൻ വെറുതെ പോകണ്ട. ഈ ഫയലില് ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് ഇമെയിൽ അയച്ചു തരണം. ഓക്കെ? ഓക്കെ സാർ. അൻസാർ. എന്താ സാർ? എന്താടോ താൻ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്തു പറ്റി സാർ? എന്താടോ തന്റെ പുറകിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ പെണ്ണിന് ഏപ്രിൽ ഫൂൾ. എന്തിനാ സാറ് വിളിപ്പിച്ചത്? വല്ലതും തടഞ്ഞോ? തടഞ്ഞു. ഈ സ്പെഷ്യൽ വർക്ക് വരാനാ വിളിപ്പിച്ചത്. മനസ്സിലായോ? അപ്പോഴേക്ക് പിണങ്ങിയോ? പക്ഷേ മാലയ്ക്ക് പിണങ്ങാൻ അറിയില്ലല്ലോ. ഓ, ഞാനത് മറന്നുപോയി. മാല കാണുന്നില്ല. അതവിടെ തന്നെ ഉണ്ടാവും. അതെവിടെ പോവാനാ? നീ ശരിക്കും നോക്കിയേ. വെറുതെ എന്നെ കളിപ്പിക്കല്ലേ. മാറ്റി വെച്ചതാണ്, ഇങ്ങോട്ട് തന്നേക്ക്. വെറുപ്പിക്കല്ലേ ബിനോയ്. അതെവിടെ പോയി?
പ്രസാദേ, നമ്മുടെ അൻസാറിന്റെ മാല കാണാനില്ല. നമ്മുടെ അക്കൗണ്ട്സിൽ എല്ലാവരോടും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയും. എന്റെ പെങ്ങക്ക് കൊടുക്കാൻ ഞാൻ എത്രയ്ക്ക് ആഗ്രഹിച്ചു വാങ്ങിച്ചതായി മാല, അതും കടായിട്ട്. ഇതില്ലാതെ ഞാൻ എങ്ങനെ നാട്ടിൽ പോവും? നീ ബേജാറാവാതിരിക്കെ, നമുക്ക് നോക്കാം. പെട്ടെന്ന് ഇങ്ങനെ കാണാതായി. അൻസാർ ജിഎമ്മിനെ കണ്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോ മാല കാണാനില്ല. അതിനിടയിലാണെങ്കിൽ ഇവിടോട്ട് ആര് വന്നിട്ടില്ല. താനും നമ്മുടെ ഇടയില് കളിപ്പിക്കാനായി ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് തിരിച്ചു കൊടുത്തേക്ക്. ഞാനാരെയും കളിയാക്കാറുമില്ല, ഇതുപോലെ വേണ്ടാത്ത പണി എടുക്കാറുമില്ല. നമ്മളെല്ലാരും പോകുന്ന വരെ മാല അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? അത് ശരിയാ, തമാശാക്കാനും കളിയാക്കാനും കൂടിയ വിരുദ്ധം നീ തന്നെ. അതെടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കണ്ട ബിനോയ്. സത്യമായിട്ട് ഞാനത് എടുത്തിട്ടില്ല. എന്നെ ഒന്ന് വിശ്വസിക്കൂ പ്ലീസ്. എങ്കിൽ പിന്നെ അതോടെ പോയി. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? വെറുതെ കിട്ടിയ ആർക്കും മോശം. എടാ, ആരെടുത്താലും കാര്യങ്ങൾ ഈ വഴിക്ക് പോയാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് ജെമിനെ അറിയിക്കണം. മാല നോക്കിയ ശേഷം നിങ്ങൾ അവിടുന്ന് പോകുമ്പോൾ മാല അവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ എല്ലാവരും സമ്മതിക്കുന്നു. അതിനുശേഷം അൻസാർ തിരിച്ചു വരുന്നതുവരെ ബിനോയ് അല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിട്ടില്ലെന്ന് ഉറപ്പുണ്ട്. വേറെ ആരും ഉണ്ടായിരുന്നില്ല സർ. അപ്പോൾ ഞാൻ പറയുന്നു, ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്ക് മാത്രമാണ്. സർ, നിങ്ങളെല്ലാരും ചേർന്ന് എന്നെ കുറ്റപ്പെടുത്തരുത് സർ. അത് ഞാൻ എടുത്തിട്ടില്ല സർ. പിന്നെ ഞാനാണോ എടുത്തത്? ഇതെങ്ങനെ തെളിയിക്കണമെന്ന് എനിക്കറിയില്ല. കൊടുത്താൽ പരിഹാരമാകുമെങ്കിൽ ഞാൻ അവന് പുതിയൊരു മാല വാങ്ങിച്ചു കൊടുക്കാം. നല്ല തീരുമാനം. അതുകൊണ്ട് ഒരു സസ്പെൻഷനിൽ നിന്ന് നീ രക്ഷപ്പെട്ടു. പക്ഷേ ഇനിയും നിനക്ക് നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാനൊരു കള്ളനല്ല സർ. എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എടുത്തിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട്. സത്യമായിട്ടും ഞാനത് എടുത്തിട്ടില്ല സർ. ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കണം. കളിയാക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു വ്യക്തിയുടെ ആത്മാഭിമാനത്തെയാണ്. നീ പോലും അറിയാതെ അതിലൂടെ തകർക്കപ്പെടുന്നത് സമൂഹത്തിലുള്ള അവന്റെ അംഗീകാരമാണ്. ഒരു പരിധിവരെ ആ അംഗീകാരമാണ് നാം ഓരോരുത്തർക്കും നേർവഴിക്ക് ജീവിക്കാനും ചിന്തിക്കാനുമുള്ള കരുത്ത് നൽകുന്നത്. 4 പേരുടെ മുന്നിൽ ആളാകാൻ നിന്നെ പോലുള്ളവർ ഒപ്പിക്കുന്ന വ്യക്തിഹത്യ അത് തന്റെ ഇടമല്ല. ഐഡന്റിറ്റി ക്രൈസിസിന് തയ്യാറെടുക്കുന്ന ഒരുതരം മാനസിക രോഗമാണ്. അത് ശപിക്കപ്പെടും. എന്നോട് പൊറുക്കണം. മാപ്പ്. ചെയ്ത തെറ്റിനെല്ലാം മാപ്പ്. ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല.